ഇന്നത്തെ റെസിപ്പി ഗോതമ്പൊടി വെച്ചിട്ട് ലെയറോട് കൂടിയിട്ടുള്ളൊരു സ്പെഷ്യൽ സ്നാക്കിൻ്റെയാണ്. ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായാലും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വെച്ചിട്ടും ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുത്തത് കാരണം പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ നന്നായിട്ട് സവാളൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലകൾ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കായം തേച്ചെടുത്തിട്ടുള്ള ചിക്കനായിരുന്നു. അപ്പോൾ ഹാഫ് ഫ്രൈ ആക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചിക്കനും സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പലകയിൽ കുറച്ച് ഗോതമ്പൊടി വിതറിയതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ഫസ്റ്റ് പത്തിരി വെച്ച് കൊടുക്കാം. ഇതുപോലെ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കണമെന്നൊന്നുമില്ല, പലകയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതിയാവും. ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ കുറച്ച് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. കൂടുതൽ എൻഡ് ഭാഗത്ത് വല്ലാണ്ട് ആക്കണ്ട, സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി അതിന് മുകളിലേക്കായിട്ട് അടുത്ത പത്തിരി വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിൽ മസാല വെച്ച് കൊടുക്കാം. ഇതുപോലെ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പത്തിരിയും മേലെ മേലെ വെക്കുന്ന സമയത്ത് സൈഡ് ഭാഗത്തുനിന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ മറക്കരുത്. ഒരു 5-6 പത്തിരിയൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ഒട്ടി കിട്ടണം. അപ്പോൾ എല്ലാതും ഇതുപോലെ ലെയറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് മസാല വെച്ചിട്ട് കുറച്ച് മതിയാവും. എന്നിട്ട് ഇത് പകുതിയായിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സൈഡ് ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം.
ഞാനിപ്പോൾ ടപ്പർവെയറിൻ്റെ സ്റ്റീമറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റീമറിൽ ഒരു വാഴയില വെച്ചിട്ട് താഴ്ഭാഗത്തൊരു വാഴയില വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് ഈ ഒരു പലഹാരം വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ താഴ്ഭാഗത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചൊക്കെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇത് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. ഞാനൊരു കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ടൊരു കോഴിമുട്ടയിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബാറ്ററിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം ഒന്ന് മുക്കിയിട്ട് ചീനച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ മുട്ടയില്ലാതെ വെറും നെയ്യിൽ ജസ്റ്റ് ഒന്ന് 2 ഭാഗവും ഒന്ന് മൊരിച്ചെടുത്താലും മതിയാവും. മുട്ടയുടെ ഒരു കവറിങ്ങും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീനച്ചട്ടിയിൽ തന്നെ വേണമെന്നില്ല, പാനിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്താലും മതിയാവും. ഇനി 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. മുകൾ ഭാഗത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിയാണ്, ഒരു നല്ലൊരു ഫ്ലേവറുമാണ്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.